എന്തായി നമ്മുടെ കാര്യം ജാമിന്റെ? നമ്മുടെ ക്യാപ്ഷൻ ആയിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്ഷനുമില്ല, ഒരു മണ്ണാൻ കട്ടയില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾക്കിപ്പോ ക്യാപ്ഷൻ തരാൻ മനസ്സില്ലാന്ന്. ക്യാപ്ഷൻ തരാൻ മനസ്സില്ലെന്ന്? ഇല്ല. ഓഹോ, മനസ്സില്ലെങ്കിൽ പിന്നെ എന്റെ ജാമിന്റെ പബ്ലിസിറ്റി നിങ്ങൾ ഏറ്റെടുത്തു. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ എനിക്ക് എന്റെ ഗാഥയാണ് വലുത്. ഐ മീൻ ജാം ജാം. നിങ്ങളുടെ തോന്നിവാസിന് കയറി ഇവിടെ ഇറങ്ങി നടക്കാൻ എന്നെ കിട്ടില്ല. എന്നാൽ ഇറങ്ങി പോണം. ഒരു കസ്റ്റമറായിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ആ കസ്റ്റമർ മറ്റുള്ള കസ്റ്റമേഴ്സിനെ അറിയിച്ചാൽ ആ കസ്റ്റമർ മറ്റുള്ള കസ്റ്റമേഴ്സ് ഇവിടെ വരാതാകുകയും അങ്ങനെ കസ്റ്റമേഴ്സ് ഇല്ലാതെ നിങ്ങളുടെ കൺസേൺ കഷ്ടത്തിലാവുകയും ചെയ്യും. മാത്രമല്ല ഈ കസ്റ്റമർ കോടതിയിൽ കംപ്ലൈന്റ് ചെയ്താൽ ഈ കസ്റ്റമറുടെ കംപ്ലൈന്റ് കോടതി കൺസിഡർ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കേസെടുത്ത് ആ കസ്റ്റമർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയുകയും ചെയ്യും. അതാണ് മറ്റേ കഷ്ടം. എന്ത് വേണേലും ചെയ്തോ, നിങ്ങൾക്കിപ്പോ ക്യാപ്ഷൻ തരാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞില്ലേ? ഒരു വലിയ അഡ്വർടൈസിംഗ് കമ്പനി ഫാനും എ സി ഒക്കെ വെച്ച് അങ്ങനെ വില തിരിക്കാൻ നാളല്ലല്ല. ഞാനങ്ങനെ വിടുമെന്നൊന്നും കരുതണ്ട. എനിക്ക് ക്യാപ്ഷൻ കിട്ടുന്നവരെ നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ഞാനുണ്ടാവും. Wherever you go, I'll be there. എന്താ പറഞ്ഞേ? Wherever you go. Wherever you go, I am there. Wherever you go, I am there. കേരളത്തിൽ ബിസിനസ് നടത്തി അവിടുത്തെ സ്നേഹമുള്ള തൊഴിലാളികൾ എന്നെ ചിരട്ടയെടുപ്പിച്ച ശേഷം വീടും കുടിയും ഭാര്യയുടെ ആഭരണങ്ങളും വിറ്റാണ് സാർ ബാംഗ്ലൂരിൽ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. ഈ വേഷം തന്നെ ഒന്ന് നിന്ന് വഴക്കാൻ വേണ്ടിയാണ് സാർ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാർ. സോറി, ബിസിനസ് സെന്റിമെന്റ്സ് പാടില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാർ. അസലായിരിക്കും. എക്സലന്റ്, വെരി വെരി ബ്യൂട്ടിഫുൾ. Wherever you go, I am there. നിങ്ങൾ എവിടെ പോയാലും ഞാൻ ഒപ്പമുണ്ട്. ഫാന്റാസ്റ്റിക്. ഈ ക്യാപ്റ്റൻ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. യു സേവ് മീ. കോൺട്രാക്ട് എന്തിന് സൈൻ ചെയ്യണ്ടേ? തീർച്ചയായും. ആഹാ, ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കാം. ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാപ്ഷനാണ്, എനിക്ക് വേണം. എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാനത് ആർക്കും കൊടുക്കില്ല. ഞാൻ നിങ്ങളുടെ കാര്യം വേണമെന്നും ഉണ്ടാക്കുകയല്ല. ഞാൻ നേരെ എം ഡി എടുത്ത് പോയി പറയും, ഇത് എന്റെ ക്യാപ്ഷനാണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ. Wherever you go, I am there. ഗാഥാ ജാം. ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല. പറ്റില്ല? പറ്റില്ല. എന്റെ ജാം ആരും വാങ്ങി തിന്നണം, ഞാൻ തിന്നണം. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല. തരില്ല 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 തരില്ല. അയ്യോ പ്ലീസ്, അരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോകരുത്. ഹലോ, നിങ്ങളിത് ഓവർ ടൈം ഷിഫ്റ്റ് അല്ലെ എക്സ്ട്രാ ഷിഫ്റ്റ് ഓപ്പോസിറ്റ് വർക്കൊക്കെ ചെയ്ത് മടുത്തിട്ടുള്ള ഒരു പാരന്റ് ആണോ? വേണേലും ചെയ്യാം, പോകരുത്. എന്ത് വേണമെങ്കിലും ചെയ്യൂ. ചെയ്യാം. അതെ, വേണ്ട, ഞാൻ പോയി പറഞ്ഞേക്കാം. പറയരുത് പറയരുത് പ്ലീസ്. പിന്നെ വാക്ക് മാറരുത്. ഇല്ല. സത്യം. സത്യം. ഇതെന്താ സത്യം? ഞാൻ പോയി പറഞ്ഞേക്കാം. പറയരുത്. ശരി, എങ്കിലേ
എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ, അയ്യോ പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു. പറയൂലല്ലേ? പറയാം. ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ഓക്കെ, ടെൽ മീ. I love you. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. I love you. ഐ ലവ് യു. MD, ഐ ലവ് യു എന്ന് പറ. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. MD, എന്നാ കെട്ടിപ്പിടിച്ചോ ഐ ലവ് യു. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. MD, കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. MD, കെട്ടിപ്പിടിച്ച്.